ശരിക്കും ബ്രസ്റ്റ് മിൽക്കിന്റെ ഒറിജിൻ ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് ഓക്സിറ്റോസിനും പ്രൊലാക്റ്റിനും ബ്രസ്റ്റിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ബ്രസ്റ്റ് മിൽക്ക് വരുന്നത്. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്യാം. അമ്മയെ കംഫർട്ടബിളായിട്ട് ഇരുത്തുക, അമ്മയ്ക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കുക, പിന്നെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ വിഷ്വൽ റിലേഷൻ വേണം. അമ്മ കുഞ്ഞിനെ കണ്ടാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ പശുവിൻ്റെ മുമ്പിൽ അതിൻ്റെ കണ്ണിനെ അപ്പോൾ അത് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് അത് വേണം. അപ്പോൾ കുഞ്ഞും അമ്മയും ഡയാഡ് ഒരുമിച്ച് അതിനായിട്ട് കുഞ്ഞിനെ അമ്മയും ഒരേ ബെഡിൽ കിടത്തുക, ഒരേ റൂമിൽ കിടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഭക്ഷണം, അമ്മയുടെ ഭക്ഷണക്രമം ക്രമീകരിക്കാം. അത് സാധാരണ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ധാരാളം വെള്ളം, അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള വെള്ളം കുടിക്കണം, വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ നമ്മുടെ പഴയ അമ്മമാർ പറയുന്ന പോലെയുള്ള ചില ഭക്ഷണങ്ങൾക്ക് അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ആശുപത്രിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഉലുവ, ഓട്സ്, ഇലക്കറികൾ, അങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മുലപ്പാൽ ഊറി വരും. കുഞ്ഞ് എത്രത്തോളം സക്ക് ചെയ്യുന്നോ അത്രത്തോളം പാൽ ഊറും. ആദ്യം കൊടുക്കുമ്പോൾ 5 മില്ലി ഉള്ളെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ 10 ആവും. അപ്പോൾ ബ്രസ്റ്റ് ബേബിയെ കൊണ്ട് സക്ക് ചെയ്യിക്കാനായിട്ട് എൻകറേജ് ചെയ്യിക്കുക. കുഞ്ഞ് അടുത്തില്ല, നഴ്സറിയിൽ കിടക്കുകയാണ്, അല്ല ദൂരെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ടോ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചോ പാല് പിഴിഞ്ഞെടുത്ത് കുഞ്ഞിന് കൊടുക്കാം.